നമ്മൾ വയലറ്റ് ക്യാബേജ് വെച്ചിട്ട് ഈ വയലറ്റ് ക്യാബേജ് വെച്ചിട്ട് നമ്മളൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോകും. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഓവനിൽ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഇവിടെ കുറച്ച് പൊട്ടറ്റോസ് എടുത്ത് നന്നായിട്ട് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ പ്രീവിയസ് ഒരേക്കിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതില്ലെങ്കിൽ നമ്മൾ നോർമൽ ഗ്രേറ്റർ ആണെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഓണിയൻസ് അത് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേ വയലറ്റ് ക്യാബേജ് ഇതുപോലെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വയലറ്റ് ക്യാബേജ് നല്ലപോലെ അരഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടോ. എന്നിട്ട് അതെ ഒരു വെളുത്തുള്ളി ഇത്രയും നമുക്ക് ആവശ്യമില്ല അതുകൂടെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ക്യാബേജൊക്കെ നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോ ഓണിയൻസിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ഇപ്പം ഇത്ര അല്ലി മാത്രം മതി. അതിനെയും കൂടെ നമ്മൾ ബ്ലെൻഡറിലിട്ട് നന്നായിട്ട് നമുക്ക് അതിനെ കുഞ്ഞിയായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ആക്കിയെടുക്കാനായിട്ട്. നന്നായിട്ട് ചെറുതായിട്ടുണ്ട്. അതും കൂടെ ഞാൻ ഈ ഒരു വയലറ്റ് ക്യാബേജിൻ്റെ മിക്സിലോട്ട് ആഡ് ചെയ്യാണ്. ശേഷം നമ്മളിത് കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ടൊമാറ്റോ സോസ് ഏകദേശം ഈ ഒരു അളവിലാണ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഒലീവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത് ഓയിലിൽ എണ്ണയിലൊന്നും നമ്മൾ പൊരിച്ചല്ല എടുക്കുന്നത്, അല്ലാതെ ഓവനിൽ വെച്ചിട്ട് നമ്മൾ ബേക്ക് ചെയ്താണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം അത്രയും ഓയിൽ ആ ഒരു ആഡ് ചെയ്തിട്ട് ആ ഒരു ടൈമിൽ നമ്മൾ ഓവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. കാരണം എന്ന് വെച്ചാൽ ഒരു ചൂടുണ്ടാവണമല്ലോ നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം 2 മുട്ടയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ബ്രെഡ് ക്രംസിലൊന്നും നമ്മളങ്ങനെ കോട്ട് ചെയ്യുന്നില്ല. പകരം നമ്മൾ മുട്ട ഇതിലോട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 2 മുട്ടയാണ് ഏകദേശം നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ശേഷം നമ്മൾ കുറച്ച് സ്പൈസസ് കൂടെയൊക്കെ ആഡ് ചെയ്യണം. ആദ്യം തന്നെ ഇത് ജിഞ്ചർ പൗഡറാണ്. ജിഞ്ചർ പൗഡർ ഞാൻ ചുക്ക് എടുത്തിങ്ങനെ പൊടിയാക്കി ഇങ്ങനെ കുപ്പിയിലാക്കി വെച്ചതാണ്. അല്ലാണ്ട് നമുക്ക് ജിഞ്ചർ പൗഡറും വാങ്ങാൻ കിട്ടും. ഇത് ചുക്കിൻ്റെ പൊടിയാണ്. അതിന് ശേഷം നമ്മളിതേ കുറച്ച് ഓറഗാനോ അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഏകദേശം ഒരു കൈക്കണക്കിൽ നമ്മളുടെ ഒരു ഫ്ലേവറിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഏകദേശം നമ്മളിവിടെ ഈ ഒരു അളവിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഹണി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. പിന്നെ ഈ ഒരു എനിക്ക് തോന്നുന്നു എനിക്കറിഞ്ഞൂടാ, ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റെസിപ്പിയാണ്. എനിക്ക് തോന്നുന്നു മറ്റേ റോസ്മേരിയുടെ വല്ല കായായിരിക്കും. എന്തോ ഇങ്ങനൊരു സാധനം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളിൽ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മുടെ നോർമൽ ഇന്ത്യൻ സ്പൈസസ് ആണെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഹണി ആഡ് ചെയ്യുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഓപ്ഷനിലാണ് എന്നുള്ളത്. അതിനുശേഷം സോൾട്ട്, ഇത് ഉപ്പാണ്. ഓക്കെ, ഇത് നെതർലൻഡ്സിലെ ഉപ്പാണ്, അതുകൊണ്ടാണ് എന്തൊക്കെയോ ഒരു ഭാഷയിൽ എഴുതി വെച്ചേക്കുന്നത്. അതും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പും കൂടെ നമ്മൾ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മളുടെ പെപ്പർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ പെപ്പർ ബോൾസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം പെപ്പറും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ പെപ്പർ പൗഡറാണ് ഉള്ളത് എങ്കിൽ അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇവിടെ നമ്മൾ പെപ്പർ പൗഡർ ഇല്ലാണ്ട് നമ്മളിങ്ങനെ ഇങ്ങനെ കുരുമുളക് പൊടി ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെയാണ് ഇവിടെ യൂസ് ആക്കാറുള്ളത്. അപ്പോൾ ആ ഒരു പെപ്പറും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഇതിനൊരു ചട്പട്ട് ഫീൽ കിട്ടാനായിട്ട് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെയും മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറും 2 ടൈപ്പ് മുളക് പൊടി, എരിയുള്ള മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറും കളറിന് വേണ്ടിയിട്ടുള്ള 2 സ്പൂണ്, മറ്റേത് 1 സ്പൂണാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മസാലകളായിട്ട് ഇത്രയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത്. ഇതിന് ശേഷം നന്നായിട്ട് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കുക. കുഴച്ച് ആ ഒരു മസാലയൊക്കെ എല്ലായിടും നന്നായിട്ട് പിടിക്കണം. പിന്നെ ഈ ഒരു ഉപ്പിട്ട് കുഴക്കുന്ന ടൈമിൽ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ ആ ഒരു ടൈമിൽ പേടിക്കേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രെഡ് ക്രംസ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിത് ഇവിടെ ഇത്രയല്ല കുറച്ചധികം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബ്രെഡ് ക്രംസും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് കുഴയ്ക്കുക. പിന്നെ ഇത് ഗാർലിക് പൗഡറാണ്. ഗാർലിക് പൗഡറിൻ്റെ കാര്യം വിട്ടുപോയി. അപ്പോൾ അത് ലാസ്റ്റ് കുറച്ച് ഗാർലിക് പൗഡറും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബ്രെഡ് ക്രംസ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഉള്ളത് തികഞ്ഞില്ല. കുറച്ചും കൂടെ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി അതും കൂടെ, ബ്രെഡ് ക്രംസ് വാങ്ങാനും കിട്ടും, ഇല്ലാച്ചാൽ നമുക്ക് ബ്രെഡ് ആണെങ്കിലും പൊടിച്ചാണെങ്കിലും എടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം എല്ലാതും കൂടെ കുഴച്ച് ഏകദേശം ഒരു മാവിൻ്റെ പരുവത്തിലാക്കിയിട്ട് ഇങ്ങനെ ഉണ്ട പിടിച്ച് നമ്മുടെ കട്ട്ലേറ്റിൻ്റെ പോലെ തന്നെ ആ ഒരു ഷേപ്പിൽ ഒരു ബട്ടർ പേപ്പറിൽ ഇങ്ങനെ നമ്മൾ ആക്കി വെക്കുക. എന്നിട്ട് ഏകദേശം ഒരു 25 മിനിറ്റോളമാണ് നമ്മുടെ ഇതിൻ്റെ കുക്കിംഗ് ടൈം വരുന്നത്. 25 മിനിറ്റിന് ശേഷം അതിനൊന്ന് എടുത്ത് നോക്കുക. അതിപ്പോൾ നമ്മൾ വെക്കാൻ പോവുകയാണ്.
കണ്ടോ വെച്ച് കൊടുത്തു. ഇനി അതിന് ശേഷം ഒരു 25 മിനിറ്റിന് ശേഷം നമ്മൾ ഇതിനെ എടുക്കുമ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിലിരിക്കും. നല്ല ഹെൽത്തിയാണ്, എണ്ണയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ പാസ്തയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, മഷ്റൂം പാസ്ത. അപ്പോൾ നമ്മൾ മഷ്റൂം പാസ്തയും ഈ ഒരു കട്ട്ലറ്റും എല്ലാം കൂടെ മിക്സ് ചെയ്തൊക്കെയാണ് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ ബൈ ബൈ.